ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്മീൻ കറി തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചെമ്മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ കറി തയ്യാറാക്കുന്നത്. ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെമ്മീനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 8 ചുവന്നുള്ളി, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊക്കെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം ചെറിയൊരു സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ, ചെമ്മീനാണല്ലോ അപ്പോൾ മുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളും മസാലയും ഒക്കെ ചേർത്തിട്ട് ചെമ്മീൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി 1.5 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെ അടച്ച് വെച്ചുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. പുളിവെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. പുളിവെള്ളം ചൂടായി വന്നിട്ടുണ്ട്. വീണ്ടും ഇത് അടച്ച് വെക്കണം. അടച്ച് വെച്ചുകൊണ്ട് ഇനി കുക്ക് ചെയ്തെടുക്കണം. ചെമ്മീൻ വെന്ത് വരട്ടെ, മാത്രമല്ല ഈ കറി കുറച്ചുകൂടെ തിക്കായി വരട്ടെ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് തുറന്നു നോക്കാം. ഞാൻ ഈ കറി ഇടയ്ക്കിടെ തുറന്ന് നോക്കുകയും ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറി കുറച്ചുകൂടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം ചേർക്കാനുണ്ട്. തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം കൂട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ കറി തിളപ്പിച്ചെടുക്കാൻ പാടില്ല, ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. 1-2 മിനിറ്റ് മതിയാവും. ഇതൊന്ന് ചൂടായിട്ട് വരും പെട്ടെന്ന് തന്നെ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെമ്മീൻ കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് കറിയിലേക്ക് ചുവന്നുള്ളി മൂപ്പിച്ച് ചേർക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ 5 ചുവന്നുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയൊക്കെ ഇവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം. 1/4 മണിക്കൂറൊക്കെ അടച്ച് വെച്ചാൽ മതിയാവും. ചുവന്നുള്ളിയുടെ ആ ഒരു ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്